അപ്പൊ എലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ മേജർ ആക്സിസ് എന്തായിരിക്കുള്ളൂ? എക്സ് ആക്സിസ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. മറ്റേതാണെങ്കിലാ എലോങ് വൈ ആക്സിസ് ആണെങ്കിലാ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അതൊക്കെ നമ്മൾ പറഞ്ഞ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല എന്താ? ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് the coordinates of focus, vertices and length of major axis, minor axis, eccentricity. Find focus, vertices, length of major axis, vertices, length of major axis, minor axis, eccentricity. Equation of the ellipse is equal to 9x square plus 4y square equal to 36. അപ്പൊ നോക്കിയൊക്കെ സാധാരണ ഒരു ഇക്വേഷൻ പോലെയല്ലേ ഇത് കിടക്കണം അല്ലെ? നമുക്ക് ഇവിടെ എന്താണ് ഈക്വൽ ടു 1 ആണ് വരേണ്ടത്. അപ്പൊ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 36 വെച്ചിട്ട് വോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 9x സ്ക്വയർ ബൈ 36 പ്ലസ് 4y സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 1. എന്താ സിംപ്ലിഫൈ ചെയ്യാലോ, കട്ട് ചെയ്യാലോ. 10/36 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതാലോ നമുക്ക്. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് ഇതെങ്ങനെ വരും? വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇപ്പൊ പഴയതുപോലെ തന്നെ. ഇനി ഇവിടെ ഏതാ ലെങ്ത് ഓഫ് ഏത് ആക്സിസിൽ കൂടിയാ? ഇവിടെ വൈയുടെ താഴെ എന്താ വന്നേക്കണ? 4 ആ വന്നേക്കണം. എക്സ് സ്ക്വയറിന്റെ താഴെ 9. അപ്പൊ ഏതായിരിക്കും മേജർ ആക്സിസ് വരുന്നത്? എലോങ് എന്തായിരിക്കും വരുന്നത്? മേജർ ആക്സിസ് വൈ. അപ്പൊ എല്ലാം കണ്ടുപിടിക്കുക. വെർട്ടീസസ് കണ്ടുപിടിക്കുക, മേജർ ആക്സിസ് കണ്ടുപിടിക്കുക കേട്ടോ. സി എന്തായിരുന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എക്സെൻട്രിസിറ്റി ആണ് സി ബൈ എ. ഈക്വൽ ടു സി ബൈ എ. എന്ത് സിയാ? അല്ല, റൂട്ട് എന്താ? എക്സെൻട്രിസിറ്റി ഫോർമുല എന്താ? റൂട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ ആണ് താഴെ എഴുതിയേക്കണം അല്ലേ? അപ്പൊ റൂട്ട് ഓഫ് എന്ത് വരും? 9 മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 5. എന്ത്? അല്ലല്ല, എക്സെൻട്രിസിറ്റി അല്ലേ? ഏതാ? എന്നാ എന്തിന്റെ ഫോർമുല? അല്ല, എല്ലാം കുറ്റായിരുന്നു. ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ ആണോ ഉദ്ദേശിച്ചത്? അത് വേണ്ട, അത് ചോദിച്ചിട്ടില്ല. എല്ലിന്റെ ഫോർമുല 2b സ്ക്വയർ ബൈ എ. ഇനി ഇത് പറഞ്ഞേ. എക്സെൻട്രിസിറ്റി എത്ര കിട്ടിയത്? റൂട്ട് 5/9 ആണോ? ഫോക്കസ് എത്ര കിട്ടിയ? 5. ഫോക്കസ് എത്ര കിട്ടിയ? 0, √5
0, minus root y. Vertices എത്ര കിട്ടിയത്? വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിന്റെ വെർട്ടിസസ് അല്ലെ? 0, എലോങ് y ആക്സിസ് ആ വന്നേക്കണം അല്ലെ? 0, 9 ആണോ? പ്ലസ് ഓർ മൈനസ് 3 വെർട്ടിസസ്. പിന്നെ വേറെന്താ കണ്ടുപിടിക്കേണ്ടത്? അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation of the ellipse. Find the equation of the ellipse. Find the equation of the ellipse whose length of the major axis is 20. Length of major axis 20. And the focus are 0, plus or minus 5. ഫോക്കസ് 0, plus or minus 5 ആണല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും വരണത് എലിപ്സ്? എലോങ് y ആക്സിസ് ആയിരിക്കും, എലോങ് x ആക്സിസ് ആയിരിക്കും വന്നത്? എലോങ് എന്തായിരിക്കുള്ളൂ? y ആക്സിസ് വരുള്ളൂ. അപ്പൊ മേജർ ആക്സിസ് എന്താണ്? അപ്പൊ ഏത് ആക്സിസ് ആയിരിക്കും? ഈ തന്നേക്കണായിരിക്കും എന്ത്? മേജർ ആക്സിസ് എന്ന് പറയുമ്പോ ഇവിടെ എയുടെ ലെങ്ത് ആയിരിക്കും എന്ത്? 20. അതറിയാലോ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? കണ്ടുപിടിക്കാമല്ലോ ഇനി ബാക്കിയുള്ളത്. ഏത്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അല്ലേ 20? അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും. മനസ്സിലായില്ല? മൊത്തം ലെങ്ത് ആണ് തന്നേക്കണേ. എന്ത്? ഇതിന്റെ മൊത്തം ലെങ്ത് ആണ് 20 എന്ന് പറഞ്ഞേക്കണം. അപ്പൊ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2a ആണ് 20 അല്ലെ മൊത്തം ലെങ്ത്. അപ്പൊ a ഈക്വൽ ടു എന്ത് വരും? 10 വരും. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി സി എന്ന് പറയുന്ന ശരിക്കും ഡിസ്റ്റൻസ് എവിടെ നിങ്ങൾ ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ളതാണ് സി. അപ്പൊ നമുക്ക് സി ഇവിടുത്തെ ഫോക്കസ് വന്നിട്ടുണ്ടെങ്കിൽ സി എന്തായിരിക്കും വാല്യൂ? 5 ആയിരിക്കും അല്ലെ? അപ്പൊ സിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ടല്ലോ. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഫാഹിദ് ചെയ്താ അവനെ വേറെ ലോകത്താ. നമുക്ക് ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബി സ്ക്വയർ കിട്ടി കഴിഞ്ഞ ഇക്വേഷൻ ചെയ്താലോ? ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ എലോങ് വൈ ആക്സിസ് ആണ് ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ്. എന്ത് വരും ഇക്വേഷൻ? വൈ സ്ക്വയർ ബൈ 100 ഈക്വൽ ടു 1. ഓക്കെ അല്ലേ?
നാളെ ക്ലാസ്സിലല്ലോടാ. സെക്കൻഡ് സാറ്റർഡേ ക്ലാസ്സാ. ഇതില് ഈ പറഞ്ഞ സാധനങ്ങൾ കണ്ടുപിടിക്കാം കേട്ടാ. രണ്ടോന്ന് ദിവസം ചെയ്താ ചെയ്താ നോക്കിയേ. ചെയ്താ എന്താ എനിക്ക് ഈ പറഞ്ഞ ഫോക്കസ്, വെർട്ടിസസ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി. ഇതെന്താണ്? എക്സിന് താഴെയാണ് 36. അപ്പൊ എന്തായിരിക്കും? അലോങ് എക്സ് ആക്സിസ് ആയിരിക്കും. എക്സ് ഏതിന്റെ താഴെയാണ് വലുത് ആ ആക്സിസിൽ കൂടി ആയിരിക്കും പോണത്. എക്സ് ആക്സിസ് ആണെങ്കിൽ എന്ത് വരും? 0 ആണ് അവന്റെ എക്സ് ആക്സിസ്. ഇതിപ്പോ ഇത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മേജർ ആക്സിസ്. മേജർ ആക്സിസ് നീ ഏതാ നീ ചെയ്യണം? ഇതല്ലേ? ഇതിലിപ്പോ എ കിട്ടുമല്ലോ. ഇതിന്റെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? അപ്പൊ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഫസ്റ്റത്തിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതി പോവാട്ടോ. ഇതിന്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എഴുതാവേ. എന്താ ചോദിച്ചേ? ഏ ഏ ഏതിന്റെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നീ പറയണ. √5/3 അല്ലേ? ഫസ്റ്റത്തെ ഫോക്കസ് +or-2√5, 0. വെർട്ടിസസ് +or-6, 0. കിട്ടിയാ? ലാക്ടസ് രക്തത്തിന്റെ ലെങ്ത് കൂടി കണ്ടുപിടിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ അല്ല എഴുതിട്ടുണ്ട്. നോക്കേ. ഫാഹിം എന്താണ് ഓൺലൈൻ കയറിയത്?
ഇതാണെന്ന് നോക്കിയുടെ ആൻസർ ഫസ്റ്റത്തെ. ആ 2p² ബൈ എ ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റൻ ഞാൻ ആ ഫോൺ എടുത്ത് വെച്ചടാ. അതിന്റെ കൂടി കളിക്കണം. എടുത്ത് വെച്ചടാ ഫോൺ. അതിന് വേറൊന്നുമില്ലല്ലേ? ഇത് എത്ര നേരം വരാടാ? ഫസ്റ്റ് നോക്കിയാ ശരി. എല്ലാരും നോക്കിയടാ ഫസ്റ്റത്തെ ആൻസർ. സെക്കൻഡ് ആൻസർ അവിടെ തന്നെ എഴുതുക. സെക്കൻഡിന്റെ ആൻസർ അവിടെ തന്നെ എഴുതാവേ. അത് ഞാൻ ലാസ്റ്റ് എഴുതിയായിരുന്നു. എന്താ കാണിക്കണ? കൂടാ ഡൗട്ടാ. പുള്ളിക്കാരി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ആൻസർ ഒക്കെ കറക്റ്റ് ആണോ നോക്കിയാ? ആ
സെക്കൻഡ് വൺ കഴിഞ്ഞാടാ? കഴിഞ്ഞ. ഇതാടാ. ടു റൂട്ട് 3/3. റൂട്ട് നിനക്ക് എത്ര കിട്ടിയ റൂട്ട്? ടു ഇൻറ്റു അല്ല 4 ഇൻറ്റു എങ്ങനെ എഴുതാ ഇതിനാ? 4 പുറത്തെടുക്കുമ്പോഴല്ലേ 2 ആവുള്ളൂ. ആൻസർ ഇത് 2 റൂട്ട്. കട്ട് 3 ഇൻറ്റു 3 ഇൻറ്റു 3 36 ആണോ അവിടെ ഒന്ന്? എങ്ങനെ കിട്ടിയത്? ടു വരും. 4 കൊടുത്തിട്ട് റൂട്ട് 4 എന്ന് പറയണ എന്താ? 2. ഇതാ 2. പിന്നെ റൂട്ട് 2 ആണ്. എനിക്ക് ടെക്സ്റ്റ് നോക്കട്ടെ. ആ 2 റൂട്ട് 2/3 ആണ്. ലാസ്റ്റത്തെ കിട്ടിയാടാ? ലാസ്റ്റത്തെ കിട്ടിയായിരുന്നാ? ലാസ്റ്റത്തിന്റെ ആൻസർ നോക്കിക്കേ.
ലാസ്റ്റത്തെ ആൻസർ ശരിയാണ്. ലാസ്റ്റ് കിട്ടിയാടാ? ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ നീ ചെയ്ത് കഴിഞ്ഞില്ലേ? നാലും Find the equation of the ellipse. The major axis along the x-axis. Find the equation of ellipse with the major axis along x-axis and passes through the point 4, 3 and -1, 4. Find the equation of the ellipse with major axis along x-axis. Major axis എന്താ? X-axis ആണ്. And passes through the point 4, 3 and -1, 4. Major axis x-axis ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വന്ന? x² + y² എന്തായിട്ടിരിക്കും മനസ്സേ? b² = 1. ഇനി നോക്കിക്കേ, ഓരോ നമ്മൾക്ക് ശരിക്കും എക്സും വൈ ഒക്കെ എന്ത് സാധനങ്ങളാ? ആ ലൈൻ അതിൽ കൂടി പാസ് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 4, 3 കൂടി പാസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. എന്താ ഇപ്പൊ പറഞ്ഞു? അങ്ങനെ എല്ലാം പറഞ്ഞു. 4, 3 കൂടി എലിപ്സ് പാസ് ചെയ്യാൻ കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. വൈയുടെ സ്ഥാനത്ത് 3 കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. അതുപോലെ തന്നെ -1, 4 കൂടി പാസ് ചെയ്യാൻ കൊണ്ടിട്ട് എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 4 കൊടുത്ത് വേറെ ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അതായത് ഇവിടുത്തെ എക്സ് ഇല്ലേ, എക്സ് എന്ന് പറയണ ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യാം. ഈ പോയിന്റ് ഇതിന് കൊടുക്കുക. ഈ പോയിന്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എഴുതുക. ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ഇക്വേഷൻ എഴുതാം. സോൾവ് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം 4, 3 കൂടി പാസ് ചെയ്യണം. നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ഇക്വേഷനാ 4² / a² + 9/b² = 1. ഫാഹിബെ ഫോൺ എടുത്ത് വെച്ചേ. എന്താ സംസാരം നിർത്തും. ഇനി -1, 4 കൂടി പാസ് ചെയ്യണം. നമുക്ക് എങ്ങനെ എഴുതാം? എന്താടാ? 1/a² പ്ലസ് സോ ഇക്വേഷൻ 2 സോൾവ് ചെയ്യാം. വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. ആൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. a² വാല്യൂ കണ്ടുപിടിക്കാം, b² വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ സോൾവ് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പുറത്തോട്ട് എടുക്കാം, ആൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഏത്? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ കുഴപ്പമില്ലല്ലോ. 16b² + 9a² =
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മറ്റേതും അങ്ങനെ തന്നെ വരും. കട്ട് ചെയ്ത് കളയാ. രണ്ട് സൈഡ് ഒരേപോലെ വരില്ല. അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്ത് എ സ്ക്വയർ ബി സ്ക്വയർ വരും. അപ്പൊ രണ്ടും ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യാം. LHS ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 16 ബി സ്ക്വയർ പ്ലസ് 9 എ സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മറ്റേതും അങ്ങനെ തന്നെ വരുമല്ലോ. എ സ്ക്വയർ ബി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേടാ. ഡിനോമിനേറ്റർ എന്ത് ചെയ്ത് വിഴിഞ്ഞ? ആ ഏ ആ നയൻ എ സ്ക്വയർ. അത് സോൾവ് ചെയ്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എ സ്ക്വയർ ഇസ് ഇക്വൽ ടു LHS രണ്ട് സെയിം അല്ലേ? അപ്പൊ RHS ഇക്വേറ്റ് ചെയ്യാലോ നമുക്ക്, അല്ലേ? RHS രണ്ട് എ സ്ക്വയർ ബി സ്ക്വയർ അല്ലേ? അപ്പൊ മറ്റേത് രണ്ട് ഈക്വൽ ആയിരിക്കും. അത് രണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. കിട്ടിയില്ലേടാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ നോക്കാം. എന്നിട്ട് മൈനസ് ചെയ്താൽ പോരെ. എ സ്ക്വയർ ഇക്വൽ ടു 47/7. ലാസ്റ്റ് ഇക്വേഷനാ 7x square plus 15y square is equal to 247. മറ്റേ ഇത് കിട്ടിയാ?
ഇരിപ്പ് കണ്ട എല്ലാം കഴിഞ്ഞിട്ടിരിക്കണ പേര വേറൊരു പേന ഉണ്ടായിരിക്കണം അങ്ങനെ ഫോൺ നിർത്തി വെക്കാൻ പറഞ്ഞ ഇങ്ങനെ സോൾവ് ചെയ്ത് കിട്ടല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ നിങ്ങൾ എന്നിട്ട് കോയിഫിഷ്യന്റ് സെയിം ആക്കിയാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഇനി ഈ ഇക്വേഷൻ നമുക്ക് 16 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഓൾ ഇക്വേഷനോ മനസ്സിലായോ? എങ്ങനെ ചെയ്തത്? 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 16 b² 16 into 16 എന്താ നോക്കിട്ട് പറയണം. 16 into 16 240 256 ഏതാ ആൻസർ പറ. 256 ഇനി മൈനസ് ചെയ്താ പോരെ. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോ 0. 9 minus 256 മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടോടാ? 9 minus 256 മൈനസ് ചെയ്ത് 247 247 അല്ലേ? മൈനസ് തരും കേട്ടോ. 9 എന്നല്ല മൈനസ് ചെയ്യണം. a² മൈനസ് അതെന്ത് വരും? മൈനസ് 15 a² അല്ലേ? എന്താണ് a² a² കട്ടായി കഴിയുമ്പോൾ b² = 247 ബൈ. പക്ഷെ ഇവിടെ 7 ആളെ അടക്കണടാ. ആ ശരിയാ. b² എന്ത് കിട്ടും? a² കട്ടായി പോയി b² = 247 ബൈ 15. ഓക്കെ അല്ലേ? a² വാല്യാണ് 247 ബൈ 7 കേട്ടോ. ഇനി എന്ത് നോട്ട് ചെയ്യണം? ഇനി ചോട്ട് ചെയ്യണം. b² = 247 ബൈ 15. a² = 247 ബൈ 7. ഇനി മറ്റേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? x² ബൈ a² 247 ബൈ 7 പ്ലസ് y² ബൈ b² 247 ബൈ 15 = 1. ഇനി 7 എന്ത് ചെയ്യാം? മുകളിലോട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? 7x² പ്ലസ് 15y². പിന്നെ ആ 247 അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 247. ഓക്കെ അല്ലേ? എഴുതിയെടുത്തേടാ. കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. കിട്ടിയായിരുന്നാ? ചെയ്യണം. എന്ത് അനിയന് ലീവാ? എടാ ഫോൺ മേടിച്ചിട്ട് അടുത്തത് ഹൈപ്പർബോളയാണ് കേട്ടോ. മറ്റേ ഹൈപ്പർബോളയില് ഇത് നമ്മള് എലോങ് x ആക്സിസ് ആണ്. ഇതിന്റെ ഇക്വേഷൻ വന്നത് x² ബൈ a² മൈനസ് y² ബൈ b² = 1. മറ്റേ എന്തായിരിക്കും അപ്പൊ? അത് നേരെ തിരിച്ചാ. മറ്റേ നമ്മള് നേരത്തെ പഠിച്ച എലിപ്സിനെ നമ്മൾ അടിയിലത്തെ സാധനമല്ലേ മാറ്റിയത്.
ഇവിടെ നേരെ തിരിഞ്ഞു വരും. y സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. എലോ y ആക്സിസിലാണ് ഇത്. എലിപ്സ് ആണെങ്കിൽ എന്ത് മൈനസ് നടുക്ക് മൈനസ് ഉണ്ടാവും. ഇതിന്റെ ഫോർമുല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. മറ്റേത് പ്ലസ് ആയിരുന്നില്ലേ? ഇതിന്റെ ഫോർമുല എന്ത് വരും? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. കേട്ടോ? ഇനി ഇതിന്റെ അകത്ത് പഠിക്കാനുള്ളത് ഈ ഒരു ആക്സിസിനെ പറയുന്നതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇനി ഇതെന്താണ്? ഇതിന്റെ എലിപ്സ്, ഇത് ഇതിന്റെ സെന്റർ ആണെന്ന് പറയും. പിന്നെ ഇതെന്തായിരിക്കും അപ്പൊ? അതതിന്റെ ഫോക്കസ്. നോക്കി കഴിഞ്ഞാല് എങ്ങോട്ട് നോക്കിയിരിക്കണേ? എന്നിട്ട് അങ്ങോട്ടായിരുന്നല്ലോ. വേറെ എങ്ങാണെങ്കിലും ആയിരുന്ന? അടുത്തത് ഇതാണ് അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ എലിപ്സ്, മറ്റേ ഹൈപ്പർബോൾ. എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ലൈൻ വന്ന് മുട്ടുന്നതായിരുന്നു വെർട്ടെക്സ്. അപ്പൊ ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഹൈപ്പർബോള വന്നിട്ട് എവിടെയാണ് മുട്ടുന്നതാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 വെർട്ടെക്സുകൾ ഉണ്ടാവും ഇപ്പോഴും. മറ്റേതിന് 2 വെർട്ടെക്സുകൾ ഉണ്ടായിരുന്നല്ലോ. അത്ര കാര്യങ്ങൾ. ഇനി കോൺജുഗേറ്റ് ആക്സിസ് ആണ് ഈ സെന്ററിലുള്ള ആക്സിസ്. ഇത് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഇതെന്താണ്? കോൺജുഗേറ്റ് ആക്സിസ്. ഇനി ഇതിന്റെ എസെൻട്രിസിറ്റിയുടെ ഇത് വരച്ചെടുത്തത് ഫിഗർ ഓഫ് ആയിട്ട് വരച്ചെടുത്തേ. അപ്പൊ ഇതിന്റെ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം മറ്റേതുപോലെ സെയിം ആണ്. 2b സ്ക്വയർ ബൈ a. 2b സ്ക്വയർ ബൈ a. എക്സെൻട്രിസിറ്റി എന്താണ്? എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c ബൈ a അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 2b സ്ക്വയർ ബൈ a. എക്സെൻട്രിസിറ്റി c ബൈ a. മാറ്റമൊന്നുമില്ല. സി എന്ന് പറയുന്നത് സി ഇവിടെ വ്യത്യാസമുണ്ട്. സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. മൈനസ് ആണ്. അപ്പൊ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതെടുത്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കെ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള വിത്ത് ഫോക്കസ് 0, ±3. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള വിത്ത് ഫോക്കസ് 0, ±3. 0, ±3 എന്ന് പറയുമ്പോ ഏത് ആക്സിസിൽ കൂടെ ആയിരിക്കും ഹൈപ്പർബോള പോയേക്കണം? പറയടാ വിവേക്. അതായത് y x 0 ആണ്, y ആണുള്ളത്. അപ്പൊ എവിടെ x 0 ആയിട്ടുള്ളത് എവിടെയാ? മൈനസ് എക്സ് എവിടെ 0 ആയിട്ട്. ഇത് എങ്ങനത്തെ ഹൈപ്പർബോള വന്നെ? എലോങ് x ആക്സിസ് ആണ്, എലോങ് y ആക്സിസ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ചെയ്താലോ? ഫോക്കസ് തന്നിട്ടുണ്ട്, അത് വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഫോക്കസ് ഇത് വെർട്ടിസസ്
0, ±√11/2. വെർട്ടിസസ് എന്ന് പറയുന്നത് എന്താ ഈ തന്നിരിക്കുന്ന സാധനമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഹൈപ്പർബോള ആണെങ്കിൽ ഏതായിരിക്കും വെർട്ടിസസ്? ഇതാണ് 0, ±√11/2. ആ എന്ന് പറയുന്നത് അപ്പൊ എന്താ അതിന്റെ വെർട്ടിസസിലായിരിക്കും എന്ത് വരണത്? വെർട്ടിസസ് ആണ് എന്ത് 0, a എന്ന് പറയണ അല്ലേ? ഇതാണ് 0, a. മാനസേ സ്വപ്നം കണ്ടത് മതി. ഫോക്കസ് എന്ന് പറയുന്നത് എന്താ 0, ±c ആയിരിക്കും. ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം ഫോക്കസ് 0, ±c ആയിരിക്കും. അപ്പൊ അങ്ങനെ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √c = √a²- a² പ്ലസ് ആണ്. അല്ല, സിയുടെ ഫോർമുലയിൽ വ്യത്യാസമൊന്നുമില്ല. ആ ബിയാ മൈനസ് വരണേന് കുഴപ്പമൊന്നുമില്ല. എത്ര കിട്ടി? 5/. ആ ചെയ്യടാ മടിയന്മാരെ. നിനക്കെന്താ മടി? നീ അനിയനെ നോക്കിയൊന്നുമില്ലല്ലോ. വേറെ പലരെ നോക്കണല്ലോ അവിടെ ഇരുന്ന്. കഷ്ടപ്പാടാണല്ലേ. നീ ഉറക്കെ പറഞ്ഞോടാ. അവന് മനസ്സിലായിട്ടൊന്നുമില്ല. ചെയ്യടാ ഇരുന്ന്. കിട്ടിയാ? b² എന്ത് കിട്ടും? a² + b² = c. അപ്പൊ അതിന്റെ b² കൊണ്ട് അടിക്കുമ്പോ c² - ഫോർമുല എന്തായാലും ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. അപ്പൊ അതനുസരിച്ച് അങ്ങനെ ചെയ്യും. നീ ക്ലാസ്സില് അപ്പൊ ലീവ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല? കൂടുതലാണോ? 4 ആണോ? എല്ലാം y ആക്സിസ് അല്ലേ? അപ്പൊ ഇക്വേഷൻ കുറച്ച് മാറില്ലേ? y²/ along y ആക്സിസ് അല്ലേ ഇക്വേഷൻ? എന്ത് വരും? y²/a² - x² അതല്ലേ ഇക്വേഷൻ? 4y 10y² - 44x² = 275. നീ എത്ര കിട്ടി? 100y² - 44x² = ഞാൻ എയുടെയും ബിയുടെയും വാല്യൂ വരാം. അതുപോലെ a11/4. a² അല്ലേ എഴുതണ്ട നമുക്ക്? a² 11/4, b² 25/4. കിട്ടിയാ? 100y² - 44x² = 275. ടെക്സ്റ്റിലാണ് എക്സാമ്പിളായി. എന്ത് ചെയ്ത് കഴിയുന്ന ആൾക്ക് ഞാൻ നേരത്തെ വിടും എന്ന് ഞാൻ പറയുന്നു. ശരി മാനസേ. എയും ബിയും കിട്ടിയാ നിനക്ക്? എയും ബിയും കിട്ടിയാ? ഈ ഇക്വേഷനിലൂടെ ഇട്ട് കൊടുക്ക്.
എന്ത് ആലോചിച്ചിരിക്കണം. ജ്യോതിഷ് അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. നാളെ ലീവല്ലേ? നാളെ വെക്കണം. എന്താണ് സെക്കൻഡ് സാറ്റർഡേ ഒക്കെ കൊണ്ട് വെക്കണം? എനിക്ക് പറയാൻ പാടില്ലേ? ഞാൻ പറയണതിനാ, എനിക്ക് നാളെ ക്ലാസ്സില്ല. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ICC 100 y square minus 44x square is equal to 275. വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളോട്ട് എടുക്കാം. എൽസിയം കണ്ടുപിടിക്കണം എന്തിനാണ്? മറ്റേത് 11/4 25/4 അല്ലേ ഉള്ളത്? മോളോട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ഞാനിപ്പോ എന്താ പറയണ്ട? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഓഫ് ട്രാവൻകൂർ. ആദ്യം അടിയിലത്തെ ഡിനോമിനേറ്റേഴ്സ് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കുക. 11/4 ഇങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെയാണ് കിട്ടിയത്. y square by 11/4 minus x square by 25/4 equal to ഇങ്ങനെ കിട്ടിയ ലാസ്റ്റ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ മോളോട്ട് എടുക്കാനുള്ള ഈ 4 അത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൻസറാടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ കിട്ടുക ആൻസർ. ഞാൻ തരൂല മാർക്ക്. നിന്റെ ടീച്ചർ ആയിരിക്കില്ല നോക്കണത് പ്ലസ് ടു. ചിലപ്പോ പുറത്ത് ആൾക്കാർ കിട്ടിയാടാ. ഇത് ചെയ്യാനുണ്ടായിരുന്നല്ലോ ഇത്ര ബുദ്ധിമുട്ടിന്. 275 എന്താ? ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടോ? നിനക്കത് കേക്ക് കിട്ടിയായിരുന്നാ? നിനക്ക് കേക്ക് കിട്ടിയായിരുന്നാ? കിട്ടിയതൊന്നുമല്ല, ആ ഫോണാണ് എടുത്തിട്ട് പോയിട്ടുണ്ടാവുന്ന. ചിലപ്പോ AC ആക്കുമായിരിക്കും. മനസ്സ് ഒടിഞ്ഞു തൂങ്ങി വീഴുവോ?
ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഫുൾ മാർക്ക് മേടിക്കാട്ടാ. ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്. ആരെയും പറയണേ നോക്കിയതാ. ആകെ കൂടി ഫോക്കസിന്റെ ലാറ്റസ്റ്റ് റെക്റ്റം, എസെൻട്രിസിറ്റി അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ ഫിഗറും പഠിച്ചു വെക്കാം കേട്ടോ. അത്ര കാര്യം ഓർത്തിരുന്നാൽ മതി. നീ രണ്ട് ചാപ്റ്റർ എടുക്കണ്ട. ഇനിയിപ്പോ അടുത്ത ക്ലാസ് 2 ലിമിറ്റ്സാ ആ ലാസ്റ്റ് എടുത്ത പോരെ. ഇന്നല്ല, അടുത്ത ദിവസത്തെ കാര്യം. ഞാൻ പറഞ്ഞ അടുത്ത ദിവസത്തെ കാര്യം പറഞ്ഞു. അതെ, നിന്റെ ഒക്കെ എക്സാം എടുക്കണ്ടേ? റീഡ് കഴിഞ്ഞ ബൈനോമിയൽ തിയറി എടുത്തായിരുന്നു. എടുത്തല്ലേ? സ്ട്രേറ്റ് ലൈൻ എല്ലാം എടുത്തല്ല. കഴിഞ്ഞപ്പോ വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോടാ ഇങ്ങനെ നമ്മുടെ ഇത് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അത് സംഭവം അല്ല, മറ്റേ ഇത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കോൺജുഗേറ്റ് ഒക്കെ എടുക്കാൻ അതില്ലേ? നോക്കിക്ക് ഇതിലേത് എടുക്കാനുള്ളത്. ഇത് റിവിഷൻ തുടങ്ങുക. ഫിസിക്സ് ഒക്കെ കഴിഞ്ഞ വെക്കേഷൻ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ നീ വെള്ളത്തിൽ ചാറേണ്ട ആവശ്യമില്ല. എല്ലാരും കൂടി മുക്കിക്കോളും നിന്നെ. ഞാനതിന് നിന്നെ ട്രോൾ ചെയ്യുന്നല്ല. എപ്പോഴാണ് എനിക്ക് എക്സാം? ജാനുവരി അല്ല, മോഡലാണോ? അതിന് പ്ലസ് ടു ക്ലാസ് എപ്പോ തുടങ്ങുമ്പോ? മാർച്ച് തുടങ്ങോ? മാർച്ച് എപ്പ? അടുത്ത കൊല്ലോണ്ട് നോക്കണ്ട. അതിനാ ഫെയർവെൽ തരാൻ പ്ലസ് 1 അല്ലേ നിങ്ങൾ ഓർഗനൈസ് പോയിക്കോടെ. മാനസ് എന്റെ പേരെന്തായിരുന്നു? ജ്യോതിഷ്. ഏത് സ്കൂളാണ്? SRV ശ്രീനാരായണ അങ്ങനെയല്ലോടാ? അടുത്ത ദിവസം വരുമ്പോ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് നോക്കിട്ടായിരുന്നേ.